ആരോഗ്യമന്ത്രി പരിപൂർണ പരാജയമാണെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണതുപോലെ ഈ സർക്കാരും വീഴാൻ പോവുകയാണ്. ഭർത്താവ് പരാതി നൽകിയപ്പോഴാണ് ഉള്ളിലൊരു സ്ത്രീ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിയുന്നത് പോലും. അതിനു മുൻപേ കണ്ടെത്തിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരാൾ പോയാൽ മരണം ഉറപ്പാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10:45ഓടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴക്കം ചെന്ന കെട്ടിടം തകർന്ന് അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജിലെ സർജറി ഓർത്തോ വിഭാഗത്താണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. സംഭവത്തിൽ 5 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഉപയോഗിക്കാതെ കിടന്ന 14-ാം വാർഡിന്റെ ശുചിമുറിയുടെ ഒരു ഭാഗമായിരുന്നു തകർന്നു വീണത്. അപകടമുണ്ടായതോടെ 14-ാം വാർഡിന്റെ മറ്റു ഭാഗങ്ങളിൽ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ അടക്കം മാറ്റി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണിത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവിച്ചത്. കെട്ടിടത്തിനുണ്ടായ തകർന്ന ഒറ്റപ്പെട്ട സംഭവമായിട്ടും നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രിമാരും സർക്കാരും. ഒരു കുഞ്ഞു പോലും ഇരയായ സംഭവത്തെ ഇത്രയും മയപ്പെടുത്താൻ പിണറായി സർക്കാരിന് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.